കോതമംഗലത്ത് നിഷ എൽദോസിന്റെ മരണം, ആത്മഹത്യ, വീണ്ടും ലവ് ജിഹാദ് വിഷയം ജനശ്രദ്ധയിൽ ഒരിക്കൽ കൂടി വിവാദമാക്കി കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും ആ കുട്ടി 21 വയസ്സെന്ന് പറയുന്നു, 23 വയസ്സെന്ന് പറയുന്നു. എന്തായാലും ആ കുട്ടി ഒരു മുസ്ലിം പയ്യനുമായിട്ട് ലോഹ്യത്തിലായിരുന്നു. അവൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ വീട്ടിൽ പിന്നെ വശീകരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു. എങ്ങനെയായാലും വീട്ടിൽ ചെന്നു. അപ്പം മതം മാറാൻ നിർബന്ധിച്ചു, അതിനുവേണ്ടി മർദ്ദിച്ചു എന്നൊക്കെയാണ് പിന്നെ ആരോപണം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കത്തുകളും എല്ലാം കിട്ടിയത് വിഷയം കോടതിയും പോലീസും കോടതിയും ഒക്കെ ഇടപെട്ടിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ലവ് ജിഹാദിനേക്കാൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ക്രൈസ്തവ വനിതകൾ ഈ ലവ് ജിഹാദ് വിഷയവും അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ മതമാറ്റ വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഏറ്റവും അധികം പിന്നെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് ആളുകളെ വിവാഹം കഴിക്കുന്ന ക്രൈസ്തവ വനിതകളാണ്. ഈ ക്രൈസ്തവ വനിതകൾ, പ്രത്യേകിച്ച് ഈ കത്തോലിക്ക വനിത, പിന്നെ കത്തോലിക്ക സ്ത്രീകൾ, മറ്റ് പെന്തക്കോസ്തുകാർ തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവരും കുറവാണ്. പിന്നെ കത്തോലിക്ക സ്ത്രീകളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വിവാഹബന്ധങ്ങളിൽ വിവാഹത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം, ഈ കത്തോലിക്ക സമുദായം വലിയ പൊങ്ങച്ചമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു സമുദായമാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. കാരണം വനിതകളുടെ വിവാഹം ഏറ്റവും അധികം പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു പിന്നെ കാര്യമായിട്ട് ആ സമൂഹത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ വനിതകൾ എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആരെങ്കിലും കണ്ണു കാണിച്ചാൽ പിന്നെ അവരുടെ കൂടെ അങ്ങ് പോയിക്കളയാം എന്നുള്ള രീതിയിൽ വരുന്നത്. വീട്ടുകാരാണെങ്കിലും കണ്ണടയ്ക്കുന്ന ഒരു സ്ഥിതി വരുന്നു. കാരണം പിന്നെ പെണ്ണെങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, പിന്നെ സ്ത്രീധനം കൊടുക്കേണ്ട, കല്യാണം നടത്തേണ്ടതില്ല, അവർ പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ തലവേദന ഒഴിഞ്ഞല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ടോ എന്ന് പോലും പിന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പിന്നെ ഒരു 35 വർഷം മുമ്പ് കോഴിക്കോട് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയത് കാര്യം ഓർക്കുന്നു. അവിടെ ചുമരിലെല്ലാം ഈ വിവാഹത്തെ പരസ്യമുണ്ട്. ആ പരസ്യമെല്ലാം തന്നെ ഈ പെൺകുട്ടി ക്രിസ്ത്യാനിയാണ്, പിന്നെ വരൻ മറ്റ് സമുദായക്കാരനാണ്. അപ്പോൾ ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരിക്കും അത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അന്ന് ഇന്നത്തെ പോലുള്ള ലവ് ജിഹാദ് ആരോപണമൊന്നുമില്ല. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരിലും അങ്ങോട്ട് മതം മാറി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിവാഹം ക്രൈസ്തവ സമൂഹത്തിലൊരു പ്രശ്നമാണെന്നുള്ളത് അംഗീകരിക്കാനാണ് നമ്മുടെ സമുദായ നേതാക്കൾ, ബിഷപ്പുമാരും മറ്റുമൊക്കെ പിന്നെ ആദ്യം തുനിയേണ്ടതെന്ന് തോന്നുന്നു. വിവാഹം ഒരു പ്രശ്നമാണ്. കാരണം ഈ വനിതകൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ആവശ്യമായത്ര പിന്നെ പുരുഷന്മാരെ കിട്ടുന്നില്ല സമുദായത്തിൽ. ഇനി കിട്ടുന്ന പുരുഷന്മാർ അമിതമായ സ്ത്രീധനം ചോദിക്കുക, അല്ലെങ്കിൽ അമിതമായ താല്പര്യങ്ങൾ അവർക്ക്, പിന്നെ ഏറ്റവും ഉയർന്ന കുടുംബമായിരിക്കണം, പിന്നെ ഏറ്റവും സാമ്പത്തിക ഭദ്രത വേണം, പിന്നെ പെണ്ണിന് ജോലി വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ സാമ്പത്തിക താല്പര്യങ്ങളാണ് പിന്നെ വിവാഹത്തിന് പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവർ കാണുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരെ കിട്ടാത്തൊരവസ്ഥ വരുന്നു. അപ്പം അത് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പിന്നെ മുസ്ലിങ്ങൾ കണ്ണു കാണിച്ചാൽ ഉടനെ പെണ്ണുങ്ങൾ പോകാൻ മാത്രം അവരിങ്ങനെ മുട്ടി നിൽക്കുകയാണോ? അപ്പോൾ ഇവിടെ പിന്നെ ഇവരെ കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാരില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതാണ് ഒരു സാമൂഹികമായിട്ട് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു. ഇനി ഈ ക്രൈസ്തവ സമുദായങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം 3 തലമുറ കഴിഞ്ഞേ വിവാഹം പാടുള്ളൂ, രക്തബന്ധത്തിൻ്റെ ഒരു അകന്ന ബന്ധം പോലും പാടില്ല, അത്രയ്ക്ക് അകലത്തിൽ ഉള്ളവർ തമ്മിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ നിലനിൽക്കുന്ന ആചാരം. നേരെ മറിച്ച് അതേ ആളുകൾ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ സെക്കൻഡ് കസിൻസും പിന്നെ ഒക്കെ അന്യോന്യം വിവാഹം കഴിക്കുന്നത് കാണാറുണ്ട്. അതിനൊന്നും ഒരു തടസ്സവും കാണാറില്ല. കേരളത്തിൽ മാത്രമാണ് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. നേരെ മറിച്ചൊരു ഫസ്റ്റ് കസിൻസ് മാരി ചെയ്യുന്നത്, ഇപ്പം ആങ്ങളയുടെയും പെങ്ങളുടെയും മക്കൾ മുറച്ചെറുക്കാൻ ആ സമ്പ്രദായത്തിൽ വിവാഹം കഴിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു. പക്ഷേ സെക്കൻഡ് കസിൻസ് വിവാഹം കഴിക്കുന്നത് അത്ര വലിയൊരു നിശ്ചിതമായ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബവും നമ്മുടെ പശ്ചാത്തലത്തിലും ഒക്കെയുള്ള ആളുകൾ പരസ്പരം വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ പരസ്പരം അറിയുന്നവരായിരിക്കും, പല രീതിയിൽ ആ കുടുംബപരമായിട്ട് ബന്ധങ്ങൾ കാണും. അപ്പോൾ ആ ഒരു ഈ ഏതോ ഒരു നാട്ടിലുള്ള ഒരാളെ തപ്പിപ്പിടിച്ച് കണ്ടെത്തുന്നതിനേക്കാളും എത്രയോ ഭേദപ്പെട്ടതായിരിക്കും ഇതെന്ന് ചിന്തിക്കേണ്ട ഒരു കാലമായി എന്ന് തോന്നുന്നു. ഈ പറയുന്ന അത്ര അടുത്ത ബന്ധങ്ങളല്ല ഈ സെക്കൻഡ് കസിൻസ് എന്നൊക്കെ പറയുമ്പോൾ. അടുത്ത ബന്ധമാണെന്ന് നമുക്ക് പറയാൻ കൂടി അത്ര അടുത്ത ബന്ധമായിട്ട് കണക്കാക്കേണ്ടതുമില്ല.
അതുകൊണ്ട് ജനറ്റിക് രോഗങ്ങളൊക്കെ വരുമെന്ന് കരുതാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഈ ഈ പുരുഷന്മാർ അവർ പണമുള്ളവരെ നോക്കി പോകുന്നു, അല്ലെ സാമ്പത്തിക ഭദ്രത മാത്രം നോക്കി പോകുന്നു. സ്ത്രീകൾക്കപ്പം ആളുകളെ കിട്ടാതെ വരുന്നു, പുരുഷന്മാരെ കിട്ടാതെ വരുന്നു. അപ്പോൾ അവർ മറ്റു സമുദായങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു സ്ഥിതിയും വരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് വിളിച്ചു പോയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ആളുകളാണ് അവരും. അപ്പോൾ ഇത് പോകണ്ട, ഈ വഴിക്ക് പോകണ്ട. എങ്ങനെ ചുരുക്കം ചിലരായിരിക്കും പറഞ്ഞാൽ കേൾക്കാതെ പോകുന്നവർ. ബാക്കിയുള്ളവരെ അവർ അവരുടെ രീതിയിൽ അനുഭവിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ ഈ മരിച്ച കൊച്ചിനെ പോലെയൊക്കെ ഉള്ളവർ സാധുക്കളായ കുട്ടികളായിട്ടാണ് അതിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എല്ലാം മനസ്സിലാവുന്നത് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അത് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഖേദകരമായൊരു കാര്യമാണ്. ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി തോന്നിയിട്ടുണ്ട്. ഈ ക്രൈസ്തവ വനിതകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരും അതുപോലെയുള്ള ഉന്നത പദവിയിലെത്തുന്ന സ്ത്രീകൾ, അവർ വിവാഹം കഴിക്കുന്ന ഏതെങ്കിലും രണ്ടാം കെട്ടുകാരൻ, ചങ്കരളും ഇല്ലാത്തവൻ, ഇങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു മിഥ്യാധാരണയുണ്ട്. ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡോക്ടറെ കെട്ടണം, അല്ലെ അതുപോലെയുള്ള ഒരാളെ കെട്ടണം, ആ ലെവലിലുള്ള ഒരാളെ കെട്ടണം. ഡോക്ടർ എന്ന് പറഞ്ഞത് ഒരു ജോലിയാണ്. ആ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു ക്ലർക്കായിരിക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു തകരാറും വരാനൊന്നും പോകുന്നില്ല. ഈ രണ്ടുപേർക്കും കിട്ടുന്ന ശമ്പളത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഭദ്രതയോ മാത്രം നോക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചു വിടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഈ കേരളത്തിലെ പുതിയ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഈ സാമ്പത്തികം ആണ് ഒരു അടിസ്ഥാന കാരണമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ, അത്രയധികം ദാരിദ്ര്യം ക്രൈസ്തവ സമൂഹത്തിലുണ്ടോ? പിന്നെ ഉണ്ടെന്ന് വേണമല്ലോ കരുതാനായിട്ട്. മറ്റ് സമൂഹങ്ങളിലൊന്നും സംഭവിക്കാത്ത കാര്യങ്ങൾ ഈ സമുദായത്തിൽ മാത്രം സംഭവിക്കുമ്പോൾ അതങ്ങനെ തന്നെയൊന്ന് വേണം കരുതേണ്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ക്നാനായ സമുദായത്തെ കുറ്റം പറയാറുണ്ട്, അവരുടെ ആ സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നത്. അത് വലിയ കുറ്റമായിട്ട് പലപ്പോഴും ആരോപിക്കാറുണ്ട്. പക്ഷേ ആ സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാറുള്ളൂ. ഇനി വേറെ ആരെങ്കിലും പുറത്തുനിന്ന് മാറി വിവാഹം കഴിച്ചാൽ അവരെ അവരുടെ സമുദായത്തിൽ നിന്ന് പുറന്തള്ളും, അവരുടെ പള്ളിയിൽ നിന്നൊക്കെ മാറ്റുന്നു, അംഗത്വം കൊടുക്കുന്നില്ല. അപ്പം അതുപോലും ഒരർത്ഥത്തിൽ നല്ലതാണെന്ന് തോന്നുന്നു. ആ സമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ആ വിവാഹത്തിന് ഉള്ളൊരു സാധ്യത ഏറുന്നു. നേരെ മറിച്ച് കത്തോലിക്ക വിഭാഗത്തിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. പെൺകുട്ടികൾ ഏതോ നാട്ടിൽ പോയി ഏതോ ഒരുത്തനെ വിവാഹം കഴിക്കേണ്ട ഒരു സ്ഥിതി വരുന്നു, കണ്ടെത്തേണ്ട ഒരു സ്ഥിതി വരുന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഗോഗ വിളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ, ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള മാറ്റം, സ്ത്രീധനത്തോടുള്ള എതിർപ്പ്, പിന്നെ ഈ കുടുംബപരമായ ബന്ധങ്ങളുള്ളവർ തമ്മിലുള്ള വിവാഹം അനുവദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു.